2021 റിലീസായ ഹാർട്ട് ബീറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് ആക്സിഡന്റ് എന്ന രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായിക യൂനിനെ കാണിച്ചുകൊണ്ടാണ്. യൂൻ അവളുടെ പഠനമൊക്കെ പൂർത്തീകരിച്ച എന്നാൽ പഠന സംബന്ധമായി ഒരു ജോലിക്കും ചേർന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ജോലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഇൻഫ്ലുവൻസർ എന്ന ആ ഒരു കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അതുമൂലം തന്നെ അവൾക്ക് നിരവധി ഫോളോവേഴ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അവളെ കാണുന്നവർ എന്ത് ലൈഫ് സ്റ്റൈലാ, എന്ത് നല്ല ഡ്രസ്സൊക്കെ ഇടുന്നത്, എന്ത് നല്ല ഫുഡൊക്കെ കഴിക്കുന്നത് എന്നിങ്ങനെ അവളെ കാണുമ്പോഴൊക്കെ അസൂയ പിടിക്കാറുണ്ടെങ്കിലും ആ സോഷ്യൽ മീഡിയയിൽ കാണുന്നതായിരുന്നില്ല അവളുടെ യഥാർത്ഥ ജീവിതം. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവൾക്ക് ഈ ഫുഡ് കഴിക്കുന്നതിനും ഈ വസ്ത്രം ധരിക്കുന്നതിനും ഒക്കെ കാശ് അങ്ങനെ കിട്ടാറില്ല. പക്ഷെ ബ്രാൻഡ്സ് അവൾക്ക് ഇങ്ങനെ അവരുടെ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാനോ ഒക്കെ ഫ്രീ ആയി പെർമിഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് അവൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അവളുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയല്ല, നല്ല സ്ട്രഗിൾ ആണ്. ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് തട്ടിയും മുട്ടിയും പോകുന്നു. ഇവൻ അവളിപ്പോ റെന്റിന് താമസിക്കുന്നിടത്ത് വാടക കൊടുത്തിട്ട് തന്നെ കുറച്ച് മാസങ്ങളായി. അതിന്റെ പേരിൽ ഉടനടി അവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന ഭീഷണിയും ഉണ്ട്. എന്നാലും അങ്ങനെ ഇരിക്കുകയാണ് അവളുടെ ഈ കാര്യങ്ങൾ അറിയാവുന്ന ബോയ് ഫ്രണ്ട് ഒരു ദിവസം രാവിലെ തന്നെ അവളെ കാണാനായി വിളിപ്പിക്കുന്നത്. വലിയ സന്തോഷത്തിൽ ചെല്ലുമ്പോൾ അവള് പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. മറ്റൊന്നല്ല, ബ്രേക്കപ്പ് ചെയ്യാമെന്ന്. കാരണം അവൾ ഒട്ടും പ്രാക്ടിക്കൽ അല്ല, അവൾക്ക് കുട്ടിക്കളി മാറിയിട്ടില്ല, അവൾക്ക് നല്ലൊരു ജോലിയില്ല എന്നതൊക്കെയാണ് അവൻ അങ്ങനെ കാരണങ്ങളായി കണ്ടെത്തി പറയുന്നത്. ആകെപ്പാടെ കാണാൻ കുറച്ച് മെനയുണ്ട്, അതല്ലാതെ നിനക്ക് എന്ത് മെച്ചമുണ്ട്, നിന്നെ എന്തിനു കൊള്ളാം, ചുമ്മാ തട്ടിക്കൂട്ടി കുറെ വീഡിയോ ഇട്ട് ആളുകളെ പറ്റിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ നടക്കുന്ന നിന്നെയൊന്നും ഇനി എനിക്ക് ഗേൾ ഫ്രണ്ടായി കാണാൻ കഴിയില്ല എന്നൊക്കെ അവൻ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ബ്രേക്കപ്പ് ചെയ്യുന്നെങ്കിൽ ചെയ്യും, അതിനിങ്ങനെ ആക്ഷേപിക്കുന്ന വർത്തമാനം പറയുന്നതിന് അവളും തിരിച്ചവനോട് നല്ല രണ്ടെണ്ണം പറഞ്ഞാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ അതിന്റെ സങ്കടത്തില് ബസ് സ്റ്റോപ്പില് നീ എന്ത് ചെയ്യും എന്നോർത്തിരിക്കുന്ന സമയത്താണ് അവളുടെ ഒരു ഫ്രണ്ടിനെ യാദൃശികമായി കാണുന്നത്. അവന്റെ പേര് ഹ്യുക്ക് എന്നാണ്. ഹ്യുക്കിന് യൂനിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാം. അവളിപ്പോ ആ കാര്യങ്ങൾ അവനോട് പറയുന്നത്, അതായത് എനിക്ക് ഇങ്ങനെ വരുമാനം ഇല്ലാതെ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യും, എന്നിങ്ങനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി, എനിക്കിപ്പോ ഒരു പ്രശ്നം വരുമ്പോ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട ആളല്ലേ എന്റെ ബോയ് ഫ്രണ്ട്, എന്നിട്ട് അവൻ എന്നോട് ഈ പണി കാണിച്ചെന്നല്ല. അവൾ സങ്കടപ്പെടുമ്പോ നീ വിഷമിക്കണ്ട, നമുക്ക് ഒരു ജോലിക്ക് ട്രൈ ചെയ്യാം, ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് വാ, അവിടെ നിന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് തരപ്പെടുത്താൻ സാധിക്കുമെന്ന് നോക്കാമെന്ന് ഹ്യുക്ക് പറയുമ്പോ യൂൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയൊരു കൈ നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു. കൂടാതെ ആ ഒരു സന്തോഷത്തില് അവൾ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് റോഡ് സൈഡിൽ ഒരു വലിയ ബിൽ ബോർഡ് കാണുന്നത്. അതില് മോഡലിനെ കാണുമ്പോഴേ അവൾക്ക് വീണ്ടും സങ്കടം. ആ മോഡലിന്റെ പേര് യൂറ എന്നാണ്. യൂറയും യൂനും അവരുടെ സ്കൂൾ കാലഘട്ടത്തില് കണ്ട കീരിയും പാമ്പുമായിരുന്നു. രണ്ടുപേരും ഒരേ ഫീൽഡില് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അന്ന് തൊട്ടേ അവർക്കിടയിൽ ഈഗോ ക്ലാഷസ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോ യൂറ വലിയ മോഡലായി, താൻ ചുമ്മാ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ പോകുന്നല്ലോ എന്നുള്ള സങ്കടമായിരുന്നു അവളുടെ ഉള്ളിൽ അപ്പോ വരുന്നത്. അതിലും വലിയ മറ്റൊരു പ്രശ്നമുണ്ട്. യൂറയ്ക്കും യൂനിനും അവരുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സെയിം പയ്യനോടായിരുന്നു ക്രഷ്. അത് അവരുടെ ക്ലാസ്മേറ്റ് ആയ വൂ ആണ്. രണ്ടുപേരും വൂവിനോട് അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അവൻ അത് വലിയ മൈൻഡ് ഒന്നും അന്ന് ചെയ്തിരുന്നില്ല. കൂടാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് വിദേശത്തേക്ക് പോകാനായി ഒരു അവസരം വരികയും അവൻ അങ്ങനെ ഇവരോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. പിന്നീട് കുറെ നാൾ അവനെ പറ്റി ഒരു വിവരവും ഇല്ല. പഠനമൊക്കെ കഴിഞ്ഞു, ഓരോരുത്തർ അവരവരുടെ പാട് നോക്കി പല വഴിക്ക് പോകുന്നു. അങ്ങനെ പിന്നീട് അവനെ പറ്റി അവൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ദേ ബിൽ ബോർഡില് യൂറയുടെ ഫോട്ടോ കണ്ട സ്ഥിതിക്ക് യൂറയുടെ പ്രൊഫൈൽ എടുത്ത് ഒന്ന് നോക്കാനായി തോന്നുന്ന യൂൻ അതേപോലെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു ഫോട്ടോ യാദൃശികമായി അവൾ ശ്രദ്ധിക്കുന്നത്. അത് യൂറ ഇട്ടിരുന്ന വൂവിന്റെ കൂടെ എടുത്ത ഒരു ലേറ്റസ്റ്റ് പിക്കാണ്. അത് കാണുമ്പോ വൂ നാട്ടിലേക്ക് എത്തിയോ, അവനും ഇവളും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ, ഇവര് തമ്മിൽ ഇനി എന്തെങ്കിലും ലൈനോ വല്ലോ ആയോ എന്നിങ്ങനെ പല ടെൻഷൻ യൂന് വരുന്നു. ഓൾറെഡി അവളിപ്പോ വലിയ മോഡൽ ആണെന്നുള്ള അസൂയുണ്ട് യൂറയോട്. കൂടാതെ താൻ ഇഷ്ടപ്പെട്ടിരുന്ന പയ്യനെ അവള് സ്വന്തമാക്കിയോ എന്ന ഒരു അസൂയം കൂടി ആകുമ്പോ ഒരിക്കപ്പുറത്തില്ല. എങ്ങനെയും വൂവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തനിക്ക് കണ്ടുപിടിക്കണം, അവനുമായി കോണ്ടാക്ട് സ്ഥാപിക്കണം എന്നൊക്കെ ചിന്തിച്ച് അവൾ വേഗം തന്നെ അന്ന് രാത്രി ഫുള്ള് തല പുകച്ച് ഇന്റർനെറ്റ് അരിച്ച് പറക്കുന്നുണ്ട് വൂവിന്റെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് കിട്ടുമോ. പക്ഷെ കിട്ടിയില്ലെന്ന് മാത്രമല്ല, അന്ന് ഉറക്കമൊളഞ്ഞിരുന്ന് അടുത്ത ദിവസം കുറച്ച് ലേറ്റ് ആയിട്ട് എണ്ണിക്കുന്ന അവൾ ഹ്യുക്ക് പറഞ്ഞ പോലെ അവന്റെ ഓഫീസിലേക്ക് ജോലിയുടെ ആവശ്യത്തിന് പോകുന്നത് ആകെ ലേറ്റ് ആയിട്ട് എണ്ണീച്ച് ധൃതി പിടിച്ച് ഭയങ്കര ഹറിബറി ആയിട്ടാണ്. അങ്ങനെ ധൃതി പിടിച്ച് അകത്തേക്ക് പോകാനായി നിൽക്കുന്ന അവൾ സ്റ്റെപ്പ് കയറുമ്പോ ഹീൽസ് തെന്നി വീഴാനായി പോകുന്നുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ വീഴാതെ അവളെ ഒരാൾ പിടിക്കുന്നു. ആ പിടിച്ചിരിക്കുന്ന ആളിനെ കാണുമ്പോൾ അവൾ ആകെ ഷോക്കാവുന്നു. കാരണം അത് മറ്റാരുമല്ല, അവളുടെ സ്കൂൾ ക്രഷ് ആയിരുന്ന, അവളുടെ കഴിഞ്ഞ ദിവസം പോലും സോഷ്യൽ മീഡിയ മുഴുവൻ അരിച്ചു പെറുക്കി കണ്ടെത്താനായി ശ്രമിച്ച വൂ ആണ്. അവൾ അങ്ങനെ ആകെ സ്റ്റക്കായി നിൽക്കുമ്പോ അത് പിന്നെ അങ്ങനെ തേടിയ വള്ളി അപ്രതീക്ഷിതമായി കാലി ചുറ്റുമ്പോ ആരായാലും ഒന്ന് സ്റ്റക്കാവില്ലേ. അവളുടെ ആ നിപ്പ് പക്ഷെ വൂന് മനസ്സിലാവുന്നില്ല. കാരണം സ്കൂൾ കാലഘട്ടത്തില് യൂൻ ഇതുപോലെ ആയിരുന്നില്ല, കുറച്ചുകൂടെ ശരീരഭാരമായിട്ട്
കണ്ണടയൊക്കെ വെച്ച് ഹെയർ സ്റ്റൈലൊക്കെ വേറെ രീതിയിൽ അങ്ങനെ വേറൊരു ഗെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഇവളെ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് അവന് മനസ്സിലാവുന്നതേ ഇല്ല. ഓക്കെ അല്ലേന്ന് ആ വീഴാൻ പോയ കാര്യത്തെ പറ്റി അവൻ ചോദിക്കുമ്പോൾ അവൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ആകെ അമ്പരപ്പിലായിരുന്നു. എന്തായാലും അവൾ അങ്ങനെ അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുന്നു. അവളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അവളെ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, അവളെ ഇവിടെ നിലവിൽ ഒരു ടീമിലെ മെമ്പർ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ടീം കണക്ക് തന്നെ മറ്റൊരു ടീമും ഉണ്ട്. ഈ രണ്ട് ടീമുകൾക്കിടയിലും ആരാണ് ഏറ്റവും നല്ല അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത് എന്നതിന്റെ പേരിൽ ഒരു കോമ്പറ്റീഷൻ നടത്തും. ആ ഒരു കാര്യത്തിൽ ജയിക്കുന്നവർക്കായിരിക്കും ഇവിടെ തുടരാനേ സാധിക്കുക. അപ്പൊ പിന്നെ യൂൻ ഇപ്പോ ചേർന്നിരിക്കുന്ന ടീം ജയിച്ചാലേ അവൾക്ക് ഇവിടെ തുടരാൻ കഴിയൂ എന്നൊക്കെ കണ്ടീഷൻ ഉണ്ടെങ്കിലും അവൾക്കിപ്പോ ജോലി വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു തീരുമാനം ആവുന്നത് വരെ എന്തായാലും ചെയ്യുന്ന ജോലിക്ക് സാലറി കിട്ടും. അതുകൊണ്ട് അവൾ അതിൽ ചേരുന്നു. പക്ഷെ പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത് ആ രണ്ട് ടീമിൽ ഒരു ടീം ലീഡ് ചെയ്യുന്നത് വൂ ആണെന്നും അവന്റെ ടീമിന്റെ അണ്ടറിലാണ് താൻ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ടീമുമായി മത്സരിക്കുന്ന മറ്റേ ടീമിലാണ് ഇവളെ ഇങ്ങോട്ടേക്ക് ജോലിക്ക് കൊണ്ടുവന്ന അവളുടെ ഫ്രണ്ട് ഹ്യുക്ക് ഉള്ളത്. ഹ്യുക്കിനാണെങ്കിൽ യൂൻ തന്റെ ടീമിൽ വരാത്തതിൽ നല്ല നിരാശയുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വൂ കാണുകയും ഉടനടി യൂണിയൻ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. കാരണം ഹ്യുക്ക് എതിർ ടീമിലെ ആളല്ലേ. അപ്പൊ ഇവരുടെ ടീമിലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് യൂൻ ഹ്യുക്കിനോടുള്ള പരിചയം വെച്ച് ചോർത്തി കൊടുത്താലോ എന്ന് പേടിച്ചിട്ടാണ് വൂ അങ്ങനെ ചെയ്യുന്നത്. കാരണം സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവർ ഇന്ന് ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടവരല്ല, ഇവർക്ക് മുന്നേ തന്നെ അറിയാമായിരുന്നു എന്ന കാര്യം വൂവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ അവിടെ അവൾ ജോലിക്ക് നിൽക്കുന്ന സമയത്താണ് അവളുടെ ടീമിന്റെ മോഡലായി യൂറ അവിടെ എത്തുന്നത് അവൾ കാണുന്നത്. യൂറയും വൂവും തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് അവനായി തന്നെ അവളെ മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് കാണുമ്പോൾ യൂറ തന്നെ തിരിച്ചറിയാതിരിക്കാനായി യൂൻ ആവുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും യൂറ അവളെ കണ്ടെത്തുകയും ഓ നീ ഇപ്പൊ പണ്ടത്തിനേക്കാളും ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ടല്ലോ, ഇപ്പൊ കുറച്ച് വൃത്തിമേനയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്താ നീ വല്ല സർജറിയും ചെയ്തോ, അല്ല പണ്ടത്തെ ആ കോലത്തിൽ നിന്ന് ഇത്രയും മാറ്റം വന്നല്ലോ എന്നൊക്കെ കുത്തി കുത്തി പറയുമ്പോ അതെ സർജറി ചെയ്തത് ആരാ, എവിടെയൊക്കെയാ സർജറി ചെയ്തത് എന്നൊക്കെ നാട്ടിപ്പാട്ട. നിനക്ക് കാശുള്ളതുകൊണ്ട് നിനക്ക് എവിടെ വേണമെങ്കിലും സർജറി ചെയ്യാം, മറ്റുള്ളവര് ആ അവസ്ഥയിലല്ല. എന്റെ ഈ ഒരു ചേഞ്ചും സൗന്ദര്യവും ഒക്കെ നാച്ചുറലാ, നിന്നെ പോലെ വെച്ചുകെട്ടല്ല എന്നല്ല യൂൻ യൂറയ്ക്ക് തക്ക മറുപടിയും കൊടുക്കുന്നു. അങ്ങനെ എന്തെങ്കിലും അന്ന് അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യൂറയും യൂണിനെയും അവരുടെ താമസ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാനായി വൂ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യം ഡ്രോപ്പ് ചെയ്യുന്നത് യൂറയാണ്. അതിനുശേഷം യൂണിനെ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന ടീം രണ്ടുപേരും മാത്രമല്ല കാറിലുള്ളൂ, ഓരോന്നും മിണ്ടിയും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴാണ് റിലേഷൻഷിപ്പിന്റെ ഒക്കെ സബ്ജക്ട് വരുന്നത്. ആ ടീം നിങ്ങൾക്ക് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് വൂനോട് യൂൻ ചോദിക്കുന്ന ടീം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു, പക്ഷെ അതങ്ങനെ പറയാനോ തുടർന്ന് കൊണ്ടുപോകാനോ ഒന്നും പറ്റിയിട്ടില്ല എന്ന് അവൻ പറയുന്ന ടീം. ആ ഒരു കുഞ്ഞ് ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം. യൂൻ അന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ഈ വോണിന് യഥാർത്ഥത്തിൽ അവളോട് തിരിച്ചൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ മുന്നേ അവൻ പറഞ്ഞ പോലെ തന്നെ അത് അവന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് അവൾക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും അവളങ്ങനെ പിന്നീട് താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു മൊബൈൽ എടുക്കുമ്പോഴാണ് അവളുടെ എക്സിന്റെ നിരവധി മെസ്സേജുകളും മിസ്ഡ് കോളുകളും കാണുന്നത്. ഈ എക്സിന് അവളോട് വീണ്ടും കൂട്ടുകൂടണമെന്ന് ഇപ്പോ ഭയങ്കര ആഗ്രഹം. അതിനായിട്ട് അയാൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ലാതെ തന്നെ ഇട്ടിട്ട് പോയ അവനെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യാനായി അവൾ തയ്യാറല്ല. അവൾ അതുകൊണ്ട് ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ടെങ്കിലും അവൻ വിടാതെ പിറകെ തന്നെയുണ്ട്. അടുത്ത ദിവസം അവളുടെ താമസ സ്ഥലത്ത് പോലും അവൻ എത്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഓഫീസിൽ പോകാനായി ഇറങ്ങുന്ന സമയത്താണ് അവനെ കാണുന്നത്. അങ്ങനെ ഒന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഇന്നലെ നിന്നെ ഒരുത്തൻ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു, അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് എക്സ് ബഹളം വെക്കുമ്പോൾ നിങ്ങൾ ഞാനും തമ്മിലുള്ള എല്ലാ റിലേഷനും ഉപേക്ഷിച്ചല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിച്ച് അവളും വിട്ടുകൊടുക്കുന്നില്ല. തുടർന്ന് നടക്കുന്ന വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് പോവുകയും അത് പിന്നീട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന രീതിയിലേക്ക് പ്രശ്നം രൂക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ അതിന്റെ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ തനിക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിൽ വരാൻ കഴിയില്ല എന്ന കാര്യം യൂൻ അവളുടെ ഇപ്പോഴത്തെ പുതിയ ജോലി സ്ഥലത്ത് വിളിച്ചറിയിക്കുന്നു. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ കുറച്ച് സീൻ ഉണ്ടാവുകയാണ്. യൂണിന്റെ എക്സ് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച പോലീസുകാരനെ കൊണ്ട് യൂൻ കേസ് കൊടുക്കുന്നതിൽ നിന്ന് അവളെ പിന്മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. യൂൻ രക്ഷ തേടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് കിട്ടുന്ന അവൾ ആകെ എന്ത് ചെയ്യണം, ആരോട് പോയി സഹായം ചോദിക്കുന്ന അറിയാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൂവിന്റെ വരവ്. അവൾ ഓഫീസിലേക്ക് കാര്യങ്ങൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ലേറ്റ് ആവുമെന്ന് പറയാനായിട്ടാണ് വിളിച്ചതെങ്കിലും അവളുടെ പ്രശ്നം മനസ്സിലാക്കി വൂ ഇങ്ങോട്ടേക്ക് വന്നതാണ്. വെറുതെ അല്ല വന്നത്, ഒരു അഡ്വക്കേറ്റിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനായി. അങ്ങനെ അവിടെ നിന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്താണ് ഹ്യുക്കും അങ്ങോട്ടേക്ക് കാര്യം അറിഞ്ഞെത്തുന്നത്. പക്ഷെ ഹ്യുക്കിന് യൂണിനെ സഹായിക്കാൻ കഴിയും മുന്നേ വൂ അതിൽ ഇടപെട്ട് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഹ്യുക്കിനെ നിരാശപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെയായി യൂണിന്റെ താമസ സ്ഥലത്തേക്ക് വോണും യുവും ചെല്ലുന്ന സമയത്ത് അവിടെ അവളുടെ സ്കൂൾ ഫോട്ടോസ് ഒക്കെ അടങ്ങുന്ന ഒരു ആൽബം അവൻ ചുമ്മാ കാഷ്വലായി നോക്കാനായി എടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് കാണിക്കാതെ മാറ്റിവെക്കുന്നു. കാരണം യൂറയ്ക്ക് ഇത് യൂനാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ അതിനെപ്പറ്റി കളിയാക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും വോൺ ആ
സമയത്ത് അത് കേട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും തന്റെ കൂടെ പഠിച്ച തനിക്ക് പണ്ട് ക്രഷ് ഉണ്ടായിരുന്ന യൂനാണിതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ലുക്ക് മാറിയിട്ടുണ്ടല്ലോ. ഇവന് പണ്ട് താൻ എങ്ങനെ കാണാൻ അത്ര ഭംഗിയില്ലാതിരുന്നതാണെന്ന് ഈ പഴയ ഫോട്ടോസ് കണ്ട് മനസ്സിലാകുമോ എന്ന പേടി കൊണ്ടാണ് അവള് പഴയ ഫോട്ടോസ് കാണിക്കാത്തത്. പക്ഷെ അവൾ കൊള്ളില്ല എന്ന് വിചാരിച്ച അവളുടെ ആ രൂപത്തെയാണ് ഇവൻ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലും അതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുമ്പോഴും പാർട്ടിക്ക് കൂടുമ്പോഴും ഒക്കെ തന്നെ വോ തന്നെക്കാൾ കാര്യമായി യൂനിനെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന വല്ലാത്ത അസൂയ യൂറയുടെ ഉള്ളിൽ കയറുന്നു. അവൾക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു പ്രോജക്റ്റിന്റെ സക്സസ് പോലെ ഇരിക്കും ഇവിടെ ഒരു പെർമനന്റ് എംപ്ലോയി ആയ വോന്റെ ടീമിൽ ഇപ്പോ ഒരു ഇന്റേൺഷിപ്പ് പീരീഡ് കണക്ക് ചേർന്നിരിക്കുന്ന യൂനിന്റെ ഭാവി എന്നത്. ഇത് നന്നായി ചെയ്താലേ അവൾക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കൂ എന്ന് അറിയാവുന്ന യൂറ അതെങ്ങനെങ്കിലും കുളമാക്കണം എന്ന് തീരുമാനിക്കുന്നു. അതിനായി വോണിന്റെ ടീമിന്റെ മോഡലായി ജോയിൻ ചെയ്തിരുന്ന അവൾ ഇപ്പോ ഓപ്പോസിറ്റ് ടീമിന്റെ മോഡലായി മാറുന്നു. അതായത് ഹ്യുക്കിന്റെ മോഡലായി. അതറിയുന്ന വോൺ സത്യം പറഞ്ഞാൽ ഷോക്ക് ആവുന്നുണ്ട്. കാരണം ഇനി അധികം സമയമില്ല ഇവർക്ക് ഇവരുടെ പ്രോജക്റ്റിന് പുതിയൊരു മോഡലിനെ സെലക്ട് ചെയ്യാനായി. ഇതേസമയം യൂറ എന്തിനാണ് ഇങ്ങനെ നിമിഷ നേരത്തിലെ മലക്കം മറിഞ്ഞതെന്ന് യൂൻ ചോദിക്കുമ്പോ നീ ഈ ടീമിൽ നിൽക്കാതിരിക്കാൻ തന്നെയാ. നീ വോണിന്റെ ടീമിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അവിടെ മോഡലായിട്ട് വരാം. നിനക്ക് വോണിനോട് അത്രയ്ക്ക് സ്നേഹമാണ്, അവൻ ജയിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ ജോലിയും നിന്റെ നിലനിൽപ്പും ഒക്കെ മാറ്റി വെച്ചിട്ട് നീ അവിടുന്ന് പോകാനായി പറഞ്ഞു യൂറ യൂനിനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ യൂറയുടെ സ്വഭാവത്തെ പറ്റി തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും ഇത്രയും വൃത്തികെട്ട ഒരുവളാണ് അവളെന്ന് താൻ അറിഞ്ഞിരുന്നില്ല എന്നും ഒക്കെ സംസാരിക്കുമ്പോ ദേഷ്യം വരുന്ന യൂറ യൂനിനെ അറ്റാക്ക് ചെയ്യുന്നു. യൂനും അങ്ങനെ നിന്ന് കൊള്ളാതെ തന്നെ അടിക്കുന്നത് തിരിച്ചും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പിടിവലി അവിടെ നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം ഒരു വിധമാണ് യൂൻ അവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അവളെ കാണാനായി ഹ്യുക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു. തന്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നോ, നീ ആ ടീമിൽ നിന്നാല് എന്തായാലും പൊട്ടി പാളിസായി ഈ ജോലി നിനക്ക് നഷ്ടപ്പെടുകയുള്ളൂ എന്നെല്ലാം സംസാരിക്കാനായിട്ടാണ് ഹ്യുക്ക് കാത്തു നിന്നത്. ആ ടീം അവന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന യൂൻ എന്തിനാണ് യൂറ ഈ ലാസ്റ്റ് മൊമെന്റില് ഇങ്ങനെ ഓപ്പോസിറ്റ് ടീമിനെ ചതിച്ച് ഇവരുടെ ടീമിലേക്ക് വന്നപ്പോ മോഡലായി സെലക്ട് ചെയ്തതെന്ന ചോദ്യത്തിന് അത് വോണിനെ തോൽപ്പിക്കാനായിട്ട് എനിക്കപ്പോ അതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് ഹ്യുക്ക് പറയുമ്പോ പക്ഷെ എനിക്ക് എങ്ങനെ ലാസ്റ്റ് മൊമെന്റില് എന്റെ ടീമിനെ ചതിച്ച് എങ്ങോട്ടേക്കും വരാൻ കഴിയില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവനെ നിരാശനാക്കിയാണ് യൂൻ അവിടെ നിന്ന് വിടുന്നത്. അങ്ങനെ എന്തെങ്കിലും തങ്ങളുടെ ടീമിന് ഒരു പുതിയ മോഡലിനെ എടുപിടിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇവർ അപ്രോച്ച് ചെയ്യുന്നവരൊക്കെ റിജക്ട് ചെയ്തു പോവാണ്. അതുകൊണ്ട് വോൺ യൂൻ എന്തുകൊണ്ട് തങ്ങളുടെ മോഡലായി നിന്നുകൂടാ എന്നൊരു ഓപ്ഷൻ വെക്കുമ്പോൾ തനിക്ക് അതിന് പറ്റുമോ എന്ന് അവൾ നല്ല കൺഫ്യൂസ്ഡ് ഡൗട്ടിലുമാണ് ഉള്ളതെങ്കിലും ഒടുക്കം വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കുന്നു. ഇതേ ടീം അവളിങ്ങനെ മോഡലായി മാറുന്നത് വലിയ താല്പര്യമില്ലായിരുന്നു ഹ്യുക്കിന്. കാരണം അവളിങ്ങനെ ഓരോന്നും ചെയ്ത് വോനുമായി കൂടുതൽ അടുക്കുകയാണോ എന്ന പേടി അവന് വരുന്നുണ്ട്. പക്ഷെ അവൾ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് അങ്ങനെ ആദ്യത്തെ കുറച്ച് ഭാഗം ചെയ്യുമ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആണ് അതിന് ലഭിക്കുന്നത്. കാരണം ഓൾറെഡി അവളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നല്ലോ. അപ്പൊ ആ രീതിയിൽ അവളുടെ പ്രവൃത്തി പരിചയം കൊണ്ട് അവൾക്ക് ഇവരുടെ ടീമിന് വേണ്ടി നല്ല രീതിയിൽ ആ മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് അവൾ ആ പ്രോഡക്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കി വായിച്ചുകൊണ്ടിരുന്ന സ്ക്രീൻ പവർ ഓഫ് ആയി പോകുന്നു. ആദ്യം അവളൊന്ന് ബ്ലാങ്ക് ആവുന്നുണ്ടെങ്കിലും പിന്നീട് അവൾ അവളുടേതായ രീതിയിൽ പ്രോഡക്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. കൂടാതെ പ്രസന്റേഷൻ ഒടുക്കം വ്യൂവേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ അവളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ അവളുടെ ലവ് ലൈഫിനെ പറ്റിയും അന്വേഷണം വരുന്നുണ്ട്. ആ സമയം തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ വോണിനെ പരിചയപ്പെടുത്തുന്നു. അത് ചുമ്മാതെ പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് ചെയ്തതല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ വർക്ക് ചെയ്യാൻ ആരംഭിച്ചതിന്റെ ഇടയിൽ യുവും വോണും പരസ്പരം മനസ്സിലാക്കി ഇഷ്ടത്തിലായിട്ടുണ്ടായിരുന്നു. അവരത് പരസ്പരം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനൊരു നിമിഷമാണ് അവരുടെ കൊളീഗ്സിനെയും അവരുടെ വ്യൂവേഴ്സിനെയും അവർ അറിയിക്കുന്നത് എന്ന് മാത്രം. അങ്ങനെ എന്തായാലും അന്നത്തെ ആ ഒരു ബ്രോഡ്കാസ്റ്റിംഗിനും അതുവഴി അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ സെയിൽസിന്റെ കാര്യങ്ങൾക്കും ഒക്കെ ശേഷം അതിന്റെ റിസൾട്ടുകളുമായി ബോസിനെ പോയി കാണുന്ന സമയത്താണ് ഇവരുടെ ഓപ്പോസിറ്റ് ടീമിനെക്കാളും സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് ഇവരുടെ സെയിൽസ് റിപ്പോർട്ടിൽ. കാരണം മറ്റവരാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ യുവിന് വളരെ സങ്കടമാവുന്നു. അവള് റിജക്ഷൻ നേരിടേണ്ടി വരുമോ എന്ന്. പക്ഷെ അവളുടെ ലൈവ് പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു എന്നും അവൾ ഇങ്ങനെ ഇത്രയും നന്നായി പെർഫോം ചെയ്യുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലാന്നും അഭിനന്ദിക്കുന്ന ബോസ് അവളെ ഇവിടെ തുടരാനായി അനുവദിക്കുകയാണ്. അങ്ങനെ ഒരു ഇന്റേണിൽ നിന്ന് ഫുൾ ടൈം എംപ്ലോയി ആയി അവളിപ്പോ മാറുന്നു. കൂടാതെ അവളുടെ സ്പെഷ്യൽ പെർഫോമൻസിന് അവൾക്ക് ഇൻസെന്റീവ് നൽകുന്നുണ്ട്. എന്തായാലും ആ ഒരു സന്തോഷം ആഘോഷിക്കാനായി ഹ്യുക്കും വോനും യൂനും അവരുടെ മറ്റു കൊളീഗ്സും ഒക്കെ ഈ രണ്ട് ടീമുകളായിരുന്നു ഇവർ എന്നത് ഒക്കെ മാറ്റിവെച്ച് അവളിപ്പോ ഇവിടെ പെർമനന്റ് എംപ്ലോയി ആയി മാറിയിരിക്കുന്നതിന്റെ സന്തോഷത്തിന് ഒരു ഫുഡ് അടിക്കൊക്കെ പോകുന്നു. അങ്ങനെ ഹാപ്പിയായി അവരെല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യാണ്. പിന്നീട് വോനും യൂനും ഒന്നിച്ച് അവരുടേതായ നിമിഷങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് അവൻ ഒരു സർപ്രൈസ് അവളോട് പറയുന്നത്. മറ്റൊന്നുമല്ല, സ്കൂൾ കാലഘട്ടത്തിലെ അവൻ അവളെ ഇഷ്ടമായിരുന്നു എന്നും പക്ഷെ പല
കാരണങ്ങൾ കൊണ്ട് അവൻ പറയാതെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു പ്രണയം അവളോടായിരുന്നെന്നും, അതായത് അവന്റെ ലൈഫിലെ ഫസ്റ്റ് ലവ് അവളാണെന്നും അവൾ തന്നെ ആയിരിക്കണം തന്റെ ലൈഫിലെ ലാസ്റ്റ് ലവ് എന്നുമാണ് അവൻ അവളോട് തുറന്നു പറയുന്നത്. ഇവരിപ്പോ പ്രണയത്തിലായെങ്കിലും മുന്നേ തന്നെ താൻ ഇഷ്ടപ്പെട്ട പോലെ അവൻ തന്നെയും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് അറിയുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ നല്ലൊരു ജോലി കിട്ടുന്നില്ല, വരുമാനത്തിന് നല്ല ബുദ്ധിമുട്ട്, ബ്രേക്കപ്പ് ആയി, ആരുമില്ല തനിക്ക് എന്നിങ്ങനെ ആകെ പ്രതിസന്ധിയിലുണ്ടായിരുന്ന അവൾ ഹുക്കിന്റെ സഹായത്തോടു കൂടി ഒരു ജോലിക്ക് വരികയും അവിടെ അവൾ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത കണക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പല സങ്കടങ്ങളും നമുക്ക് ഉണ്ടാവുമ്പോഴും ചിലപ്പോൾ അടുത്തതായി നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മതി പിന്നെ നമുക്ക് ലൈഫ് ലോങ് സന്തോഷം നൽകാനായി. പലപ്പോഴും നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയി കടന്നു വരുന്ന പലരുമായിരിക്കും നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇതോടുകൂടി ഈ കഥ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.